ചുമ്മാ കുടിച്ചിട്ട് കാര്യമില്ല. ഗുണമുണ്ടാകണമെങ്കിൽ ഗ്രീൻ ടീ ഇങ്ങനെ കുടിക്കണം. ഗ്രീൻ ടീ ശീലമാക്കിയ നിരവധി ആളുകളുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വന്നതോടെ പലരും ആ ശീലം ഉപേക്ഷിച്ചു. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഗ്രീൻ ടീ മികച്ചതാണ് എന്നതിന് തർക്കമില്ല. ആന്റി മൈക്രോബിയൽ, ആന്റി ഡയബറ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഗ്രീൻ ടീ ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിനും ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നതിനും മാത്രമല്ല, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനുമൊക്കെ ഗ്രീൻ ടീ സഹായിക്കും. എന്നാൽ ആ ഗുണങ്ങൾ പൂർണ്ണമായും ലഭ്യമാകാൻ ഗ്രീൻ ടീ ശരിയായ സമയത്ത് കുടിക്കണം. വെറും വയറ്റിൽ ഗ്രീൻ ടീ വേണ്ട. ഗ്രീൻ ടീയിൽ ടാനിനുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് വയറ്റിൽ അസിഡിറ്റി വർദ്ധിപ്പിക്കും. ഇത് വയറ്റിൽ അസ്വസ്ഥത, ദഹനക്കേട്, ഓക്കാനം എന്നിവയിലേക്ക് നയിക്കാം. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നത് ഭക്ഷണം കഴിച്ച ശേഷം ഗ്രീൻ ടീ കുടിക്കുന്നതാണ് നല്ലത്. അമിതമായാൽ അമൃതും വിഷമാണ്. ഗ്രീൻ ടീയുടെ കാര്യത്തിലും പാലിക്കേണ്ട പ്രധാന നിയമം മിതത്വമാണ്. അമിതമായി ഗ്രീൻ ടീ കുടിക്കുന്നത് ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, ദഹന പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കാം. ഗ്രീൻ ടീ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്നത് ഉറക്കചക്രത്തെ തടസ്സപ്പെടുത്താം. ഇത് ഉറക്കമില്ലായ്മയിലേക്കും ഉത്കണ്ഠ പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കാം. ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഗ്രീൻ ടീ കുടിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നുള്ള ഇരുമ്പിന്റെ ആഗിരണം തടസ്സപ്പെടുത്തും. ഇത് കാലക്രമേണ വിളർച്ചയ്ക്ക് കാരണമാകും. ഭക്ഷണം കഴിച്ച് കുറഞ്ഞത് 1 മണിക്കൂറിന് ശേഷം ഗ്രീൻ ടീ കുടിക്കുന്നതാണ് നല്ലത്. മറ്റൊരബദ്ധം ആളുകൾ ചെയ്യുന്നത് സാധാരണ ചായ തിളപ്പിക്കുന്നത് പോലെ ഗ്രീൻ ടീയും തിളപ്പിക്കുക എന്നതാണ്. ഇവ അവയുടെ ഗുണങ്ങളെ നശിപ്പിക്കാനും കയ്പ് രുചിക്കാനും കാരണമാകും. വെള്ളം തിളപ്പിച്ച ശേഷം താപനില 80 മുതൽ 85 വരെ ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്ന ശേഷം ഗ്രീൻ ടീ ബാഗിട്ട് ചായ കുടിക്കാവുന്നതാണ്. രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ, ആന്റി ഡിപ്രസന്റുകൾ, രക്തസമ്മർദ്ദ മരുന്നുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ചില മരുന്നുകളോട് ഗ്രീൻ ടീ പ്രതികരിച്ചേക്കാം. ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർ ഡോക്ടറോട് നിർദ്ദേശം തേടണം.